ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്ന് 7th ഒക്ടോബർ. ഇന്നത്തെ മാർക്കറ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്താണ് മാർക്കറ്റ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത്. അതിനുള്ള പ്രധാന കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം നാളെ ഇപ്പം വലിയൊരു ഇലക്ഷൻ റിസൾട്ട് ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്. നമ്മുടെ ഈ 2 സ്റ്റേറ്റുകളിലെ റിസൾട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഹരിയാനയും ജമ്മു കാശ്മീരിലും അപ്പോൾ 2 സ്റ്റേറ്റിലും BJP വളരെ ഫെയിലാവുന്നതാണ്. അവരെ BJPക്ക് വിചാരിച്ചത്ര എക്സ്പെക്റ്റഡ് സീറ്റൊന്നും കിട്ടില്ല റൂളിംഗ് പാർട്ടിക്ക് എന്ന് വരുന്നത്. അതുപോലെ ഇനി വലിയൊരു ഇലക്ഷൻ വരാൻ പോകുന്നത് മഹാരാഷ്ട്രയിലാണ്. സോ മഹാരാഷ്ട്രയിലും BJPക്ക് അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നു സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതായിരിക്കണം മാർക്കറ്റ് കുറച്ചൊന്ന് കൺസേൺഡ്. രണ്ടാമത്തെ കാരണം വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഓൺ ഗോയിങ് വാർ ഇൻ ദ മിഡിൽ ഈസ്റ്റ്, അതും മാർക്കറ്റിൽ വലിയൊരു പാനിക് ഉണ്ടാക്കുന്നുണ്ട്. സോ ഇതിപ്പം ഈ കുറച്ച് ദിവസത്തെ ഫിനോമിനയാണ്. അത് കഴിഞ്ഞാൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്യും, മാർക്കറ്റ് പിന്നെയും പഴയ പോലെ തന്നെ പോകും തോന്നുന്നു. കാരണം ഞാൻ കണ്ടൊരു ഫാക്ടർ എന്ന് വെച്ചാൽ, നിങ്ങൾ അമേരിക്കൻ മാർക്കറ്റ് നോക്കുക, അമേരിക്കൻ മാർക്കറ്റ് കുറയുന്നില്ലല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ US മാർക്കറ്റ് ഇന്നലെല്ലാം ഗ്രീനില്ലാതെ ക്ലോസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് US മാർക്കറ്റ് ഈസ് ഡൂയിങ് എക്സ്ട്രീംലി വെൽ. ഈ വാറൊന്നും US മാർക്കറ്റിൽ യാതൊരു എഫക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. അത് തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് വരും. പിന്നെ വേറാത്തൊരു ഫാക്ടർ വെച്ചാൽ നമ്മളെ FIS ദേ ആർ ലോങ് ഓൺ ചൈന, ഷോർട്ട് ഓൺ ഇന്ത്യ എന്നുള്ളതാണ് കേൾക്കുന്നത്. അത് വേറൊരു ഫാക്ടറാണ്. കാരണം അത് FIS ഹോൾഡിംഗ് സ്റ്റോക്സ് ഒക്കെ ചിലപ്പം കുറഞ്ഞു വരുന്ന ഒരു കാരണം അതായിരിക്കണം. പക്ഷേ എന്താ പറഞ്ഞാലും നമ്മളെ മാർക്കറ്റ് ഇലക്ഷന് ശേഷം അത് റിക്കവർ ആകാൻ തോന്നുന്നു. 2 ദിവസം ഇപ്പോൾ എനിക്കൊന്ന് ട്യൂസ്ഡേ ആകുമ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ വരുന്നത്. അതാണ് അതിൻ്റെ പ്രധാന കാരണം. ഇന്ന് മാർക്കറ്റിൽ വലിയ മൂവ് കാണാത്തത്. രാവിലെ മാർക്കറ്റ് ഗ്രീനിൽ ഓപ്പൺ ചെയ്തത് ഞാൻ വിചാരിച്ചു മാർക്കറ്റിൽ നല്ലൊരു മൂവ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ അഗെയിൻ നമ്മുടെ 2 ബിഗ്ഗസ്റ്റ് സ്റ്റോക്സ് റിലയൻസും HDFCയും ഇന്ന് ട്രാക്ക് ചെയ്യുന്നത് കാണുന്നു. കാരണം റിലയൻസ് 2,200 അബവ് ചെയ്യണം, ഓൾവേസ് ചെയ്യുന്നത് കാണും. ഇപ്പോൾ ചെയ്യുന്നത് 2,282. ഞാൻ ഇപ്പോൾ പറയുന്ന ഫ്യൂച്ചർ പ്രൈസ് ആണ്. അതുപോലെ HDFC ബാങ്ക് ചെയ്യുന്നത് 1,653 അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ അഗെയിൻ ഞാൻ കാണുന്ന HDFC ബാങ്കൊക്കെ 1,600 വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഡെഫിനറ്റ്ലി എക്യുമുലേറ്റ് ചെയ്യേണ്ട ലെവൽസൊക്കെയാണ് അതൊക്കെ. അതിൽ റിലയൻസും ഇപ്പോൾ എക്യുമുലേറ്റ്. പക്ഷേ റിലയൻസിൻ്റെ ഈ ബോണസ് ഷെയർ എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. അത് എനിക്ക് തോന്നുന്നത് ഇന്ന് കഴിഞ്ഞു അതിൻ്റെ ഡേറ്റ്. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. മറ്റുള്ള സ്റ്റോക്സ് നമുക്ക് പ്രചാരണം ചെയ്യുന്നത് ITC ആണ് നന്നായി ചെയ്തത്. ITC 511 റുപ്യ ചെയ്യുന്നുണ്ട്. ഭാരതി എയർടെൽ ഞാൻ ഓൾവേസ് റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ആൻഡ് ഐ ഓൾവേസ് ലൈക്ക് ഭാരതി എയർടെൽസ്. ഭാരതി എയർടെൽ ഇപ്പോൾ ചെയ്യുന്നത് 1,664 റുപ്യാണ്. സ്റ്റോക്ക് ഇസ് വെരി സ്ട്രോങ്. ഇൻഫോസിസ് സ്റ്റോക്ക് ഇസ് വെരി സ്ട്രോങ്. ICICI ബാങ്ക് ഇതുപോലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ വാച്ച് ചെയ്യുക. സോ ഇതാണ് എനിക്ക് ഇന്നത്തെ വളരെ സ്ട്രോങ് ആയി കണ്ട സ്റ്റോക്കുകളെ കുറിച്ച് പറയാനുള്ളൊരു ഇത് സ്റ്റോക്സ്. പിന്നെ വരുൺ ബീവറേജ് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോ പറഞ്ഞത് വരുൺ ബീവറേജ് ചെയ്ത് ഇന്ന് അതിൻ്റെ ഇഷ്യൂസ് എന്താണെന്നല്ലേ. പക്ഷേ മാർക്കറ്റ് ഓവറോൾ റെഡിലാണ് കാണുന്നത്. എക്സെപ്റ്റ് ഇൻഫി ഒരു 0.53%, ITCയും ഭാരതി എയർടെലും കഴിഞ്ഞാൽ പിന്നെ ബജാജ് ഫിൻസും കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾമോസ്റ്റ് റെഡിലാണ് കാണുന്നത്. സോ മാർക്കറ്റിൽ എനിക്കിന്ന് വലിയ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം വെച്ചാൽ ഈ ഒരു ഇലക്ഷൻ്റെ ഒരു വേണ്ടി മാർക്കറ്റ് വെയിറ്റ് ചെയ്യാന്ന് അതാണ് കാണുന്നത്. പിന്നെ ഇന്ന് ഓല ഇലക്ട്രിക് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിപ്പോൾ 89 റുപ്പീസിലുള്ളത്. അത് ലോങ് ടേമിലൊക്കെ ഒരു ബൈ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. പക്ഷേ ഇലക്ട്രിക് സ്കൂട്ടറിൽ ദേ ആർ ഗോയിങ് ടു ഫേസ് സ്റ്റിഫ് കോമ്പറ്റീഷൻ വരും. TVSൻ്റെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് വളരെ സ്ട്രോങ് ആണ്. പിന്നെ ഇവർക്കുള്ള ഇഷ്യൂസ് ടീത്തിങ് ട്രബിൾ ഉണ്ട് ഈ കമ്പനിക്ക്. എന്ന് വെച്ചാൽ ബാറ്ററി ഇഷ്യൂസ്, കമ്പനിക്ക് ഇനഫ് ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ വലിയ ഇഷ്യൂ ആണ്. പക്ഷേ ഇന്നത്തെ നന്നായിട്ട് ചെയ്ത സ്റ്റോക്കുകളെ കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ ആസ്ട്രാസെനിക്ക എന്ന് പറഞ്ഞൊരു ഫാർമ സ്റ്റോക്കാണ്. അത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു ആസ്ട്രാസെനിക്ക. പക്ഷേ സ്റ്റോക്ക് ഇസ് വെരി എക്സ്പെൻസീവ്. 7,730 റുപ്യ സ്റ്റോക്കിൻ്റെ വാല്യൂ ഉള്ളത്. പിന്നെ നന്നായിട്ട് ചെയ്ത സ്റ്റോക്ക് എന്ന് പറയാനുള്ളത് ഈ ഹിഡൻബർഗ് സിമെൻറ്റ് ഇന്ന് അഡാനി വാങ്ങിക്കുന്നതെല്ലാം സൈൻ ചെയ്തിട്ടുണ്ട്. അത് നന്നായി ചെയ്ത് ഹിഡൻബർഗ് സിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. മാക്രോടെക് ഡെവലപ്പേഴ്സ് അത് 3 അത് ബോംബെയിലുള്ള ലോധ ഗ്രൂപ്പ് അത് 3% ഇന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ട്. 1,200 റുപ്യ മാക്രോടെക് ഡെവലപ്പേഴ്സ് ചെയ്യുന്നത്. സോ വലിയൊരു മൂവ്മെൻറ്റ് ഒന്നും മാർക്കറ്റിൽ ഞാൻ കാണുന്നില്ല. മോസ്റ്റ് ഓഫ് ദി സ്റ്റോക്സ് റെഡിലാണ് കാണുന്നത്. എക്സ്പെഷ്യലി ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്സ് ഒക്കെ റെഡിലാണ് കാണുന്നത്. സോ ഇത് ഈ ഇഷ്യൂ തന്നെയാണ് വലിയൊരു പ്രോബ്ലമായിട്ട് ഞാൻ കാണുന്നത്. സോ അത് പിന്നെ വേറൊരു ഇഷ്യൂ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് നമ്മുടെ ഈ കേരള സ്റ്റേറ്റിനെ കുറിച്ച് ഞാൻ അഗൈൻ ഫോക്കസിങ് ബിക്കോസ് അവർ സ്റ്റേറ്റ് ഈസ് നോട്ട് പെർഫോമിങ് സ്റ്റേറ്റ്. നമ്മളെ സ്റ്റേറ്റ് നന്നായി പെർഫോം ചെയ്തിരുന്നു. സോ അത് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇത് ഗവൺമെൻറ് ഓഫ് കേരള ഹാസ് ടു ക്രിയേറ്റ് വെൽത്ത് ബിഫോർ യു ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് റീഡിസ്ട്രിബ്യൂട്ട്. അതാ പറയാന്ന് വെച്ചാൽ. കാരണം നമ്മളെ ഈ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ എന്താ വെച്ചാൽ വി സി പ്രൈവറ്റ് ബിസിനസ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓർ പ്രൈവറ്റ് ലാൻഡ് ഓണർഷിപ്പ് ഈസ് ഓൾ ദി
ഈവിൾസ് ഓഫ് ക്യാപിറ്റലിസം എന്നാണെന്നുള്ളത്. അതാണല്ലോ കമ്മ്യൂണിസ്റ്റിൻ്റെ ചിന്താഗതി. സോ എല്ലാ പ്രൈവറ്റ് ബിസിനസ്സും നമ്മൾ വ്യൂ ചെയ്യുന്ന ഒരു സസ്പീഷനോടെയാണ്. പക്ഷേ എന്താ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ബിസിനസ് ഷുഡ് നോട്ട് ബി ദ ബിസിനസ് ഓഫ് ഗവൺമെൻറ്. ബിസിനസ്സിൻ്റെ ആൾക്കാർക്ക് തന്നെ ചെയ്യാൻ കൊടുക്കണം. കാരണം ഇത് ഗവൺമെൻറ് ഷുഡ് നോട്ട് ഇൻവോൾവ് ഇൻ എനി ടൈപ്പ് ഓഫ് എനി സോർട്ട് ഓഫ് ബിസിനസ്. അതാണ് നമ്മുടെ ഇന്ത്യൻ്റെ വലിയൊരു പ്രശ്നവും നമ്മുടെ രാജ്യത്തിൻ്റെ വലിയൊരു പ്രശ്നവും. കാരണം വെച്ചാൽ പണ്ട് കാലത്ത് ഗവൺമെൻറ് ഈ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഒരു ലൈസൻസ് രാജായിരുന്നു. അത് നെഹ്റു ആയിരുന്നു ആദ്യം ലൈസൻസിങ്ങിൻ്റെ ഒക്കെ തുടങ്ങിയത്. അതിന് വന്ന് കോൺഗ്രസ് ഗവൺമെൻറ്റും ഇതിന് വളരെ ഇനീഷ്യേറ്റ് ചെയ്തു. ഏത് ഇൻഡസ്ട്രിക്കും ആദ്യം ലൈസൻസ് ഗവൺമെൻറ്റിൻ്റെ അടുക്കൽ എടുക്കണം. സോ ഇഫ് യു വാണ്ട് ടു ഡു എ സിമെൻറ്റ് ഇൻഡസ്ട്രി, ഇഫ് യു വാണ്ട് ടു എൻ്റർ ഇൻ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി, ഗവൺമെൻറ് ഇഷ്യൂ license only to certain companies, and that certain company can only manufacture that product. ഇതെല്ലാം ഒരു പ്രൊട്ടക്ഷനിസം ആയിരുന്നു. അത് ഒരു തരത്തിലുള്ള അറ്റ് ദ സെയിം ടൈം ഇറ്റ് വാസ് എ ലോട്ട് ഓഫ് ബ്യൂറോക്രസി ആൻഡ് കറപ്ഷൻ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു മൻമോഹൻ സിംഗ് വന്നേരത്താണ് ഇതൊക്കെ ഈ ഫ്രീ മാർക്കറ്റ് പോളിസികൾ അഡോപ്റ്റ് ചെയ്തതും ആൻഡ് മാർക്കറ്റിൻ്റെ റെഗുലേഷൻ വളരെ കൺട്രോൾ കുറച്ചതും ഗവൺമെൻറ് അതിന് കുറേയൊക്കെ ഫോറിൻ ഇക്വിറ്റി പാർട്ട്ണർഷിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതൊക്കെ. ആ കാലത്ത് ലാർജ് ഫേംസിനൊക്കെ ഇന്ത്യയിൽ ബാൻ ചെയ്തിരുന്നു എൻ്റർ ചെയ്യുന്നതിന്. ഈ കൊക്കോക്കോളന് ഒരു കാലത്ത് ഗവൺമെൻറ് കൊക്കോക്കോള എൻട്രി, നമ്മുടെ കേരളത്തിലും അത് തന്നെയായിരുന്നു പണ്ട് കാലത്ത്. ഈ കൊക്കോക്കോള എൻട്രി ചെയ്യാൻ പാടില്ല, എൻട്രി ഫോർഡ് ഇന്ത്യയിൽ വരാൻ പാടില്ല, ജനറൽ മോട്ടോഴ്സ് ഇന്ത്യയിൽ വരാൻ പാടില്ല, IBM ഇന്ത്യയിൽ വരാൻ പാടില്ല, മൈക്രോസോഫ്റ്റ് ഇന്ത്യയിൽ വരാൻ പാടില്ല. അങ്ങനെയുള്ള ലാർജ് കമ്പനീസിനൊക്കെ നമ്മുടെ ജനങ്ങളും നമ്മുടെ ഗവൺമെൻറ്റും വളരെ ഇതായിട്ട് ബാൻ ചെയ്തിരുന്നു. അതെന്തിനാണ് അവർ ചെയ്യുന്നത്? ഇപ്പോഴും അവർ പറയുന്നത് ആമസോൺ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാൾമാർട്ട് ഇന്ത്യയിൽ വരാൻ പാടില്ല. ഇപ്പോഴും വാൾമാർട്ടിനെ ഇന്ത്യയിലേക്ക് വരാൻ ഇവർ വിടുന്നില്ല. കാരണം ഗവൺമെൻറ് പറഞ്ഞ് ഞങ്ങളെ ഈ ചെറിയ കിനാര സ്റ്റോഴ്സിനെ സംരക്ഷിക്കണം, അല്ല മുറുക്കാൻ കടക്കാരെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ റോഡിൽ നടക്കുന്ന ഒരു ടാക്സും കൊടുക്കാണ്ട് കിടക്കുന്ന തട്ടുകടക്കാരെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പുകാരെ സംരക്ഷിക്കണം. ഇതൊക്കെയാണ് ഞങ്ങൾ വോട്ട് ബാങ്ക്സ്. അതുകൊണ്ട് നിങ്ങളൊന്നും ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ഞങ്ങൾക്ക് എഗെയിൻസ്റ്റ് വോട്ട് ചെയ്യും. സോ അങ്ങനെയുണ്ട്. ദേ വാണ്ട് ടു പ്രിസർവ് ദ ട്രഡീഷണൽ വേ ഓഫ് ലൈഫ് ആൻഡ് പ്രൊട്ടക്ട് ദ സ്മോൾ മെൻ അഗേൻസ്റ്റ് ദ സ്മോൾ ബിസിനസ് എന്നുള്ള ഒരു വ്യൂ ആയിരുന്നു ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വലിയ പുരോഗതി ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം കേരള എക്കണോമി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ദേ വാണ്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആൻഡ് വേർ ദ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ കം ഫ്രം? ഇറ്റ് ഈസ് ടു കം ഫ്രം foreign countries only. See, when you go to UAE, you invite no companies to come and sell the petrol in Kerala. Or when you go to America, you invite Tesla to come and manufacture their car in Kerala. Or you ask NVIDIA to come and manufacture the chips in Kerala, so that more Kerala people will get jobs, and they definitely Kerala government will get more tax. ഇത് ഗവൺമെൻറ്റിന് കൂടുതൽ റവന്യൂ കിട്ടുകയും ചെയ്യും. അതാണ് ഈ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ പ്രൈവറ്റ് സെക്ടർ കമ്പനീസ് പ്ലേ എ സെൻട്രൽ റോൾ ഇൻ ക്രിയേറ്റിംഗ് വെൽത്ത്, ജോബ്സ് ആൻഡ് ടാക്സ് ആൻഡ് റവന്യൂസ്. If they do well, the whole economy will do well. നമ്മുടെ ഇന്ത്യൻ്റെ എക്കണോമി തന്നെ 50 കമ്പനി നന്നായി ചെയ്യുമെങ്കിൽ ഇന്ത്യൻ്റെ എക്കണോമി നന്നായി ചെയ്യുന്നതാണ് എല്ലാവരും പറയുന്നത്. ക്യാപിറ്റലിസം വർക്ക്സ് ബെസ്റ്റ് when people are allowed to take care of their own business without any government interference എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അമേരിക്കയിൽ തന്നെ നോക്കുക. അമേരിക്കയിലുള്ള ഒരു കാലത്ത് അമേരിക്കൻ്റെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ആയിരുന്നു കാർ ഇൻഡസ്ട്രി, എക്സൺ മൊബൈൽ, ഇതുപോലത്തുള്ള ഹൂസ്റ്റൺ ബേസ്ഡ് ഓയിൽ ആൻഡ് ഗ്യാസ്. ഇന്ന് അതെല്ലാം പോയി അമേരിക്കയിൽ. ഇന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി കമ്പ്യൂട്ടർ, സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി, എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്, ഇൻ്റർനെറ്റ്, ബയോടെക്നോളജി ഇൻഡസ്ട്രീസ്, ഇതൊക്കെയാണ് ഗവൺമെൻറ് എൻകറേജ് ചെയ്യുന്നത്. ഇതെങ്ങനെ ഇത്ര വലിയ ഇൻഡസ്ട്രി അവിടെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഗവൺമെൻറ് സബ്സിഡൈസ്ഡ് R&D അവർക്ക് ചെയ്യുന്നതൊക്കെ കൊടുത്തിരുന്നു. പിന്നെ US ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതൊക്കെയാണ്. പിന്നെ അവർ ചെയ്തത് ടാക്സ് ടെറിഫ് റെഡ്യൂസ് ചെയ്യുക. ചെറിയ രാജ്യങ്ങളിലായിരിക്കും. നമ്മളെ ഈ ദുബായിനെ നിങ്ങൾ നോക്ക്. ദുബായ് അല്ലെങ്കിൽ കൊറിയ അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ കൺട്രി, ഖത്തർ, ഇതുപോലുള്ള ചെറിയ കൺട്രികൾ ചെയ്യുന്ന അവർ റെഡ്യൂസ് ദ ടാരിഫ്, റെഡ്യൂസ് ദ സബ്സിഡീസ് കൊടുക്കുക, പിന്നെ ലൈസൻസിങ്ങിൻ്റെ ഫീസ് കുറക്കുക, റെഗുലേഷൻസ് കട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള പോളിസി മെഷേഴ്സെല്ലാം എടുത്താൽ ഇറ്റ് പ്രൊമോട്ട് ദ ഇൻഡസ്ട്രി ആൻഡ് പീപ്പിൾ ഗെറ്റ് ജോബ്സ് ഓൾസോ. നിങ്ങൾ നോക്ക്, ഒരു കാലത്ത് കൊറിയൻ ഗവൺമെൻറ് എത്ര ഭയങ്കര ഫൈനാൻഷ്യൽ സപ്പോർട്ടായിരുന്നു അവിടുത്തെ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സ്റ്റീൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിക്ക് കൊടുത്തിരുന്നറിയാം. അതുകൊണ്ടാണ് ഈ കൊറിയയിൽ ഏറ്റവും വലിയ ലാർജസ്റ്റ് സ്റ്റീൽ മാനുഫാക്ചറിങ് കമ്പനി സൗത്ത് കൊറിയയിലുണ്ട്, പോസ്കോ എന്ന് പറഞ്ഞൊരു കമ്പനി. അതുപോലെ തന്നെ സാംസങ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടായി. ഹുണ്ടായി എന്ന് പറയുന്ന വലിയൊരു ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് മാനുഫാക്ചറിങ് കമ്പനി ഹുണ്ടായി ആണ്. അങ്ങനെയുള്ള കമ്പനി ഉണ്ടായി. പിന്നെ അതുപോലെ അമേരിക്കൻ ഗവൺമെൻറ്, ഫ്രാൻസും ബ്രിട്ടനും കൂടിയിട്ടുള്ള ഈ കോൺകോർഡിൻ്റെ അറിയാലോ, കോൺകോർഡിന് 3 മണിക്കൂറേ വേണ്ടും ഇത് അറ്റ്ലാന്റിക് ഓഷ്യൻ ക്രോസ് ചെയ്യാൻ. പക്ഷേ അതേ സമയത്ത് ഇത് ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂയോർക്ക് ആൻഡ് ലണ്ടൻ ഈസ് 5 hours. അത്ര ഫാസ്റ്റായിട്ട് ഞങ്ങൾക്ക്
ഓൺഗോളിലെത്തും. ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരു സബ്സിഡിയും ഗവൺമെൻറ്റിൻ്റെ എൻകറേജ്മെൻറ്റ് കൊണ്ട് ഉണ്ടായ ഇൻഡസ്ട്രികളാണ്. സോ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിലും ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. സോ ദാറ്റ് കേരള വിൽ ബിക്കം ദി മോസ്റ്റ് പ്രോസ്പെറസ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആസ് വെൽ ആസ് വേൾഡ്. That is my vision, and that's my vision. And I wish at least tomorrow's generation they should see our state is one of the most prospering and most richest state in India. Not only in India, even in all over the world. Why can't we do that? We can do that. There is no, if the government doesn't interfere, we can do that. Keralites, we have all the talents, and we are most educated people, and we are everywhere in the world. So anyway, thank you very much. Have a nice day, and kindly do subscribe my channel and support my channel.